ബാബു ആ ബൈക്കുമ്മ കയറ്റി കൊണ്ടുപോയില്ല ചെങ്ങായി. ഓന് ഇതേമാതിരി ഇതിന്റെ മുന്നേ വേറെ 2-3 ഞാൻ 1-2 വർഷം കണ്ടടാ. നമ്മള് ഒന്ന് നോക്കിയാലോ? നോക്കണം, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കല്ലോ. നമ്മള് ചെക്ക് ചെയ്ത് നോക്കണം. എല്ലാ കുട്ടികളെ നിങ്ങളിപ്പോ എങ്ങോട്ടാ പോണേ? അല്ല, നമ്മള് കൊറേ നേരം അവിടെ കാത്തിക്കണേ. ഇവരായിട്ട് വണ്ടി ഒന്നും കിട്ടിയിട്ടില്ല. കൊറേ ആൾക്കാരോട് കയ്യൊക്കെ കാട്ടി. ഞാനെന്നും ഇതിൽ തന്നെ വരല്ലേ. നിങ്ങൾക്ക് കാറൊക്കെ ഉണ്ടോ? കാറൊക്കെ ഉണ്ട്. ഞാൻ വേണമെങ്കിൽ നാളെ കാർ എടുത്ത് വന്നോണ്ട്. ഇതാണ് നമ്മളെ ട്യൂഷൻ സെന്റർ. മക്കളെ നിങ്ങൾ പോയല്ലേ, നിങ്ങള് എന്തെങ്കിലും ഒരു വെള്ളം കുടിച്ചോളി കേട്ടോ. ബാബു ആ ചങ്ങായി പോയിന്നാ തോന്നണേ. ഓനപ്പോ ഒന്നും കിട്ടും തോന്നുന്നില്ല. അപ്പനെ ഈ ട്യൂഷനിൽ പഠിക്കാൻ വരുന്ന ചെക്കന്മാരെ വളക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നുണ്ട്. നമുക്കിത് നാളെ നമുക്ക് എന്തായാലും തീരുമാനം കാണണം. നാളെ എന്തായാലും ഒരു തീരുമാനമാക്കണം. ഇന്നിപ്പോ ഓനെ കിട്ടും തോന്നണില്ല. നാളെ നമുക്ക് നോക്കാം കേട്ടോ. നാളെ എന്തായാലും നോക്കാം. ഇപ്പൊ നമ്മള് പോവാ. നമ്മളെ ചെക്കന്മാരിയാണ്. നമുക്കുള്ള ചോക്ലേറ്റ് മിഠായും കൊണ്ടാണ് വരുന്നത് തോന്നുന്നുണ്ട്. എന്താടാ മക്കളെ നിങ്ങൾ ഈ കാട്ടണേ? നിങ്ങൾ എങ്ങനെ ഇവിടെ എത്തി? അത് നമുക്കൊരു ചോക്ലേറ്റിന്റെ പീസ് നമുക്ക് ഇവിടെ ഒരു കാട്ടുമുക്കിൽ ട്യൂഷനാണ്. അപ്പൊ ഇവിടെ നമ്മൾ ഒരു വണ്ടി കിട്ടൂല, ആരും നിർത്തൂല. അപ്പൊ നമ്മൾ കയ്യാട്ടല്ല ഓസിക്ക പോരല്. പോലീസ് ഈ കാക്ക നിർത്തി പോലെ മെയിനാള്. എന്നിട്ട് നമ്മളെ കയറ്റാണ്ട് പറഞ്ഞ് എനിക്ക് കാറൊക്കെ ഉണ്ട്. ആ കാക്ക ഞങ്ങൾ സ്കൂൾക്ക് പോകുമ്പോഴൊക്കെ നമുക്ക് പൈസ തരുന്നുണ്ട്. കാക്കേ ഡ്രൈവിംഗ് ഒക്കെ പഠിപ്പിച്ചു തരാം, പുതിയ വണ്ടിയൊക്കെ വാങ്ങി തരാന്ന് പറഞ്ഞു. നിങ്ങളേ ഈ അറിയാത്ത വണ്ടിക്ക് നിങ്ങൾ ഒരിക്കലും കൈയാട്ടരുത്. നിങ്ങൾ എപ്പോഴും എന്താ ചെയ്യേണ്ടേ? നമ്മൾ അറിയുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ വണ്ടി കൈ കാട്ടിയാൽ കയറി പോവാം. അല്ലെങ്കിൽ നിങ്ങൾ പോകാണ്ട് നിങ്ങൾ വീട്ടിൽ ആരെങ്കിലും വിളിച്ചിട്ട് വന്നിട്ട് പോയാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഇരുന്നൂടെ? ട്യൂഷൻ സെന്ററിൽ അവിടെ ഇരുന്നാൽ പോരെ? എന്തിനെങ്ങനെ ഇറങ്ങിപ്പോണേ?
മക്കളെ, ഇങ്ങളൊന്നും നന്നാക്കാനേ ഈ തിരക്ക് പിടിച്ച ലോകത്ത് ആരും ഉണ്ടാവില്ല. ഓലൊക്കെ നിങ്ങളെ മുതലെടുക്കുകയാണ്. നിങ്ങളെ പെരയിലെ സാഹചര്യവും മറ്റുമൊക്കെ നോക്കിയാണ്ട് നിങ്ങളെ മുതലെടുക്കുകയാണ്. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ പെരയിൽ പറയണം, ഇങ്ങനെ വണ്ടിക്ക് പോകാനൊന്നും സൗകര്യമില്ല, നിങ്ങൾ ചെയ്തു തരണം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പെരയിൽ പറയണം. ഏതായാലും നിങ്ങളിപ്പം പെട്ടത് പെട്ട്, ഇനി നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യൂലെന്ന് ഞങ്ങളോട് സത്യം ചെയ്തിടണം. നിങ്ങളെയും കാത്ത് നിങ്ങളെ വീട്ടിൽ നിങ്ങളെ ഉമ്മ, നിങ്ങളെ വാപ്പ, നിങ്ങളെ ഏട്ടാന്യന്മാരൊക്കെ നിങ്ങളെ കാത്തിക്കണം. അതുകൊണ്ട് ഇനി നിങ്ങൾ ഒരിക്കലും നിങ്ങൾ ആരെങ്കിലും തരുന്നാൽ പൈസ, ചോക്ലേറ്റ്, എന്തെങ്കിലും പാരിതോഷികം എന്ത് തരാമെന്ന് പറഞ്ഞാലും നിങ്ങൾ വാങ്ങൂലെന്ന് ഞങ്ങൾക്ക് ഇവിടെ വെച്ച് സത്യം ചെയ്യണം. പ്രിയപ്പെട്ടവരെ, ഈ തിരക്കേറിയ ലോകത്ത് നമ്മുടെ മക്കളുടെ മേൽ എപ്പോഴും നമ്മുടെ ഒരു കണ്ണുണ്ടായിരിക്കണം. കാരണം അവരെ മയക്കുമരുന്നിലേക്കും ലൈംഗികതയിലേക്കും ക്രിമിനൽ ലിസ്റ്റിലേക്കും എത്തിക്കുവാൻ വേണ്ടി പല ലോബികളും നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അവരെ നമ്മൾ തിരിച്ചറിയുക, നമ്മൾ ഒറ്റക്കെട്ടായി അവരെ ഒറ്റപ്പെടുത്തുക, അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക. നമ്മുടെ മക്കളാണ് നാളത്തെ തലമുറ. ലഹരി ഉപേക്ഷിക്കാം, കൈ കൊടുക്കാം നമുക്ക് ഹാപ്പി ലൈഫിന്.